അസ്സലാമലൈക്കും. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ ഉള്ളിത്തൊലി വെള്ളത്തിലിട്ട് ചീച്ചതാണ്. ഇതിപ്പോൾ 2 ദിവസമായി. ഞാൻ മിനിയാന്നാണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളിത്തൊലി, അതായത് ഇതിൽ വെളുത്തുള്ളിയുടെ ചെറിയ ഉള്ളി, സവാള പോലുള്ള തൊലികളെല്ലാം ഉണ്ട്. അതൊക്കെ നന്നായി കുതിർന്ന് പാകമായിട്ട് വെള്ളത്തിലേക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇറങ്ങിയിട്ടുള്ള ഇത് കാരണമാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ എല്ലാ ചെടികൾക്കും പറ്റും. പ്രത്യേകിച്ച് നമ്മളെ മുളക് ചെടിക്കൊക്കെ ഉണ്ടാവുന്നതായ രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഡബ്ബ ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇലകളിൽ തളിച്ച് കൊടുക്കുകയും ചെയ്യുക, തടത്തിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഡബ്ബയിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്ര തന്നെ വെള്ളം ഇതിൽ ചേർത്തിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ തടത്തിലും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മളെ ഉള്ളിത്തൊലി വെള്ളത്തിൽ കുതിർത്തിയിട്ടുള്ള ഈ ഒരു ലായനി. അപ്പോൾ നിങ്ങളും ഉള്ളിത്തൊലി വെറുതെ വലിച്ചെറിയാതെ ഇതുപോലൊക്കെ കീടനാശിനി ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില പോലുള്ള തൈകളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പോൾ അതിനൊക്കെ തളിച്ച് കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നന്നായി അരിച്ചെടുക്കണം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ അതിൽ തടയും. അപ്പോൾ കൈ കൊണ്ട് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, തടത്തിലൊഴിക്കുമ്പോഴും കുഴപ്പമില്ല, അതോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.